ജീവ ജീവ വാ ചേട്ടാ, അച്ഛനെവിടെയാ മോളെ? അകത്തുണ്ട്. ജീവിയുടെ അനിയത്തിയ ഹായ്. അകത്തോട്ട് വാ. ഇനി നീട്ടി വെക്കണ്ട. ചെറുക്കന്റെ വീട്ടുകാരോട് അടുത്ത ആഴ്ച തന്നെ വരാൻ പറ. ജീവ കേട്ടോ മോനെ? ആ വാടാ. അച്ഛാ ഇത് ആരാ? പ്രിയല്ലേ ഇത്? അതെ അച്ഛാ. ഇവിടെ വന്നിരിക്കേ. നിനക്ക് വരാൻ വന്ന ഇടത്തി അമ്മയാ. ഇരിക്കും മോളെ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയാണോ കാപ്പിയാണോ വേണ്ടത്? ഇല്ല വേണ്ട. എന്താ വേണ്ടത് എടി, പറഞ്ഞു. താങ്ക്സ്. എന്തെങ്കിലും എടുത്തോണ്ട് വന്നു പോ. ഡാ എന്താ അച്ഛാ? നീയും ചെല്ലേ. വേദന എങ്ങനെയുണ്ടെങ്കിൽ? വേദനയുണ്ട്. ഷേവ് ചെയ്തിട്ട് 3 ദിവസമായി. ആ? മോക്കെന്നെ കണ്ടറിഞ്ഞൂടെ? ഞാൻ ഡൈ പോലും അടിച്ചിട്ടില്ല. ശീലങ്ങൾ മുടങ്ങുമ്പോ ഒരു വിഷമം. ചിരി വരികയാണെങ്കിൽ ചിരിക്കും മോളെ. ജീവയെ പോലെ തന്നെ അങ്കിളും. അച്ഛന്റെ ശീലങ്ങൾ ഇല്ലാതിരിക്കൂ അല്ലേ മോളെ? അതെ, ഇന്ന് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കോഴി വറുക്കണോ അതോ കറി വെക്കണോ? എന്താടി, ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലേ? ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ലേ, എന്ത് ചെയ്യണമെന്നൊന്ന് പറ. നീ കഴിക്കണമെന്ന് തീരുമാനിച്ചല്ലോ. നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ. കൊള്ളാം, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അതാ മോളെ എന്റെ ഭാര്യ. മോളെ കണ്ടിട്ട് കണ്ടഭാവം നടിച്ചില്ലല്ലേ? അവൾക്ക് അവളുടെ കാര്യമാണ് വലുത്. അല്ല, ജീവ എന്താ പറയുന്നേ? മനസ്സിലായില്ല അങ്കിൾ. എന്റെ മോനെ നിനക്ക് ഇഷ്ടമായോ? മോളുടെ അച്ഛനോ? അറിയില്ല അങ്കിൾ. ഇപ്പോഴൊക്കെ എന്നോട് സ്നേഹത്തോട് സംസാരിക്കാറ് പോലുമില്ല. അതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടാറില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമല്ല? എനിക്ക് ജീവയെ ഇഷ്ടമാണ് അങ്കിൾ. എന്റെ അച്ഛനേക്കാൾ എനിക്കിഷ്ടാ. എനിക്ക് ജീവയുടെ കൂടെ ജീവിച്ചാ മതി. മോൾക്ക് എത്ര നാളായിട്ട് ജീവയെ അറിയാം? എന്താ അങ്കിൾ? അല്ല മോളെ, എന്റെ മോനെ നീ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നാ ചോദിച്ചു. 4 months. ഇപ്പൊ എത്ര വയസ്സായി? 22. 22 വർഷം നീ ജീവയുടെ കൂടെ ജീവിച്ചിട്ട് വന്നിട്ട് പറ, എന്റെ അച്ഛനേക്കാളും ജീവ എന്നെ നന്നായി നോക്കിന്ന്. അന്ന് ഞാൻ സമ്മതിച്ചു തരാം. കാരണം ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാ. എന്തൊക്കെയാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും സമ്മതത്തോടെ വേണം കല്യാണം നടക്കാൻ. സോറി അങ്കിൾ. നടക്കും മോളെ. ജീവ, അച്ഛൻ വിളിച്ചോ? ആരാന്ന് നോക്ക്. ഹലോ. ആ അങ്കിൾ, ഞാൻ ജീവയാ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ അച്ഛന് കുഴപ്പമില്ല അങ്കിൾ. അല്ല, ഒന്നുമല്ല മോനെ, തീയതി 10 അമ്മയോട് വാടകയുടെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുവോ? ശരി അങ്കിൾ, പറയാം. ശരി മോനെ. ഓക്കെ ഓക്കെ. ഹൗസ് ഓണർ അച്ഛാ. അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയി കൊടുക്ക. ശരി. ജീവയാ, കാശ് കൊണ്ടുവന്നോ? കറണ്ട് ബില്ലെല്ലാം അടച്ചല്ലോ അല്ലേ? കറണ്ട് ബിൽ അറിയില്ല അങ്കിള്, അമ്മയോട് ചോദിക്കണം. കാശ്, കറണ്ട് ബില്ല്, പാൽക്കാരൻ്റെ കാശ്, റേഷൻ ചെലവ്, മെഡിസിൻ ചെലവ്, ഫോണ്, അരി, പരിപ്പ്, ഗ്യാസിൻ്റെ ചെലവ്. എങ്ങനെയാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത്? ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. എടാ, ഇവനെ നോക്കി നീ എന്തിനാ നമസ്കാരം? എടാ, ഒരു നല്ല കുടുംബസ്ഥന്. ശരിക്കും ഇവർക്കൊക്കെ നമസ്കാരം പറയേണ്ടത്. ഇവൻ എന്ത് കുരിശുമായിട്ടാണോ ഇനി? കാശിന് വേണ്ടിയായിരിക്കും. എന്താളിയാ ചായ കുടിക്കുന്നോ? എന്താടാ, കാക്കയിന്ന് മലന്ന് പറക്കുമെന്നാ തോന്നേ. വേഗം പറയടാ. അളിയാ, അളിയൻ ചായ കാണുന്നല്ലോ. അതേ അളിയാ, ഞാൻ ജോലിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. എന്ത് ജോലി അളിയാ? നമ്മുടെ പഴയ കളക്ഷനാണ്. ഓടാവിടുന്ന്. അയാളുടെ ഭാര്യ ഇട്ടേച്ച് പോയതിനു ശേഷം ആ ബാങ്ക് മാനേജർ വില്ലനായിട്ട് എന്നെ കാണുന്നത്. എനിക്ക് നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേ വായിന്നൊന്നും കേൾക്കല്ലേ. നിന്നോടാരാ സഹായം ചോദിച്ചേ? ആ ജോലി എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. സാറേ പ്ലീസ് സാറേ, ഒരേ ഒരു ചാൻസ് സാറേ, ഞാൻ എങ്ങനെയെങ്കിലും കളക്ഷൻ എടുത്തു. ആവശ്യമില്ലാതെ നീ എന്റെ സമയം പാഴാക്കരുത്. നിന്നെ കൊണ്ട് ഈ പണി പറ്റില്ല. പ്ലീസ് സാറേ. വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. മര്യാദയ്ക്ക് പോകുന്നത് നല്ലത്.
നമസ്കാരം സാർ. ആ എന്താ സാർ എന്തു പറ്റി? എന്റെ വണ്ടി കാണുന്നില്ല. സെക്യൂരിറ്റി സാർ ഇവിടെ വേണോ? ഇവിടെ വെച്ച എന്റെ വണ്ടി കണ്ടോ? ഇവിടെയാണല്ലോ വെച്ചിരുന്നത്. ഇവിടെയുള്ളവരാരും എടുക്കില്ലേ? പുറത്തുനിന്ന് വന്നവരാരെങ്കിലും കൊണ്ടുപോയി കാണും. ഇല്ല സാർ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തേ പറ്റൂ. സാർ ഒരു മിനിറ്റ്. സാറേ, സാറിന്റെ വണ്ടിയല്ലേ ഇത്? ഡാ നീ എന്തിനാ വണ്ടി എടുത്തേ? സാറേ കണ്ടില്ലേ, വണ്ടി പൊക്കാലം പഠിച്ചു. ഒരേ ഒരു ചാൻസ് താ സാറേ. ശരി ശരി, ഇയാൾ നാളെ വാ. താങ്ക് യു സാറേ. പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്ത കമിതാക്കളുടെ ശരീരഭാഗങ്ങൾ കണ്ട് പോലീസും ജനങ്ങളും അയ്യോ വേണ്ടായിരുന്നു. ഒരു ചായ കുടിക്കുന്നേ. പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുവരുടെയും തല ലഭിക്കാത്തതുകൊണ്ട് മരിച്ചവരാരാണെന്നും കൊലയാളികൾ ആരാണെന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് പോലീസിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ മാലിന്യം നിറഞ്ഞ ആറ്റിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ തല പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ തലയാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. കുറ്റവാളികളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചില പ്രധാന വാർത്തകൾ. ഹലോ, എന്താ ചാ? എവിടാ മോനെ? കളക്ഷനില്ല. നീ ഒന്ന് വീട്ടിലേക്ക് വാ. എന്താ കാര്യം? ഒരു കാര്യത്തിനോട് പുറത്തു പോകാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, വരാം. നല്ല ഉറപ്പുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. ആ പെൺകുട്ടിയുടെ കൂടെ 2 പയ്യന്മാരും ഉണ്ടായിരുന്നു. എത്ര വയസ്സ് കാണും? കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? 2 പേർക്കൊരു 18-19 വയസ്സ് കാണും. ഒരുത്തൻ ലവറാന്ന് പറഞ്ഞു, മറ്റൊരുത്തൻ ഫ്രണ്ടാന്ന് പറഞ്ഞു സാർ. ഫ്രണ്ടാന്ന് പറഞ്ഞവൻ ചുരുട്ട മുടിയായിട്ട് കറുത്തിട്ട് കണ്ടാൽ ഒരു നീഗ്രോയെ പോലെ ഉണ്ടാവും സാർ. ആരവര്? പോലീസിനോട് പറഞ്ഞു അയാള്. അന്നെ കൊല്ലണ്ടതായിരുന്നു. എല്ലാത്തിനും നീയാ. എടാ, എന്തോ വിഡിത്തം വിളിച്ച് പറയുന്നു. അതല്ല ചേട്ടാ. അല്ല മാവ, നീ ഒരു പുല്ലും പറയണ്ട. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്കെച്ച് ഇട്ടാ തെറ്റരുത്. ക്ഷമിക്കണം മാവ. അവൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട്. അതിനവൻ പുറത്ത് വന്നല്ലേ പറ്റൂ. ആ സമയം തീർക്കണം. കാണിക്കാതെ ചെറുക്കനെ ശരിക്ക് കണ്ടോ? അല്ലെങ്കിൽ നിന്റെ അമ്മയെ പോലെ ചെറുക്കനെ ശരിക്ക് കണ്ടില്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയത്താണ് നിങ്ങളുടെ ഒരു കളി. അനിയത്തി ഒരുപാട് കളിയാക്കണ്ട. എന്നെ ഇങ്ങനെ കളിയാക്കിയില്ലെങ്കിൽ ഇന്നൊരു കുട്ടി ഉറക്കം വരില്ലേ? ദേഷ്യപ്പെടില്ലടി. കേട്ടോ പ്രകാശേ, നിങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മോൾക്ക് എന്തു കൊടുക്കാൻ പറ്റുമോ അത് മതി ഞങ്ങൾക്ക്. ഒരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വാ. ബാക്കിയൊക്കെ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ഇനി എന്തൊക്കെയാ കാര്യങ്ങളുള്ളത്? കല്യാണം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ നമുക്ക് നടത്താം.